ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ലൊക്കേഷനിൽ പോകാട്ടോ, ഗീതാഗോവിന്ദത്തിൻ്റെ ലൊക്കേഷനിലാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ലേറ്റായിട്ട് പോയാൽ മതി. ഫസ്റ്റ് ഔട്ട്ഡോറാണ്. അപ്പം സാലൻ ചേട്ടൻ ബിന്നിക്കും അംബിക ചേച്ചിക്കൊക്കെ ഔട്ട്ഡോറാണ്. അപ്പോൾ ഒരു കോവളത്ത് അവർക്ക് ഔട്ട്ഡോർ. അപ്പോൾ ആക്ച്വലി നമുക്കിന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ചില കാരണത്താൽ നമ്മൾക്കിന്ന് ഷൂട്ട് വെച്ചു. അപ്പം നമുക്കിന്ന് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി. സോ ഞാനെല്ലാം റെഡി ആയിട്ടൊന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വെച്ചൊരു ചെറിയൊരു വ്ളോഗ്, വളരെ ലെങ്ത് കുറച്ചുള്ള ഒരു വ്ളോഗ്. കുറേ നാളായി ലൊക്കേഷൻ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഞാൻ ഫാനൊക്കെ ചാർജ് ചെയ്ത് കൊണ്ടുപോകണം. ഓൾറെഡി 2 ദിവസം മുമ്പ് ചാർജ് ഇട്ടാണ്, എടുക്കാൻ മറന്നുപോയി. കുറച്ച് ദിവസമായിട്ട് കുറച്ചധികം തിരക്കായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് നീക്കുന്നില്ല, ലെങ്ത് കൂട്ടുന്നില്ല. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം, ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ പുട്ടും പഴവുമാണ്. ഈ പുട്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളല്ല. എനിക്ക് എപ്പോഴും കഴിക്കാൻ ഇഷ്ടം പഴങ്കഞ്ഞിയാണ്. ഞാൻ പഴങ്കഞ്ഞിയുടെ ഒരാളാണ്. അപ്പോൾ കുറേ നാൾ പഴങ്കഞ്ഞിയൊക്കെ കഴിച്ചിട്ട്, അത് അമ്മമ്മ ഉണ്ടാക്കി തരുന്ന പഴങ്കഞ്ഞിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും താഴ്ത്ത് പോകാം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ വണ്ടി വരും, ജോഷീനെ വിളിച്ചിട്ടായിരിക്കും വരിക. അപ്പം നമുക്ക് ഇറങ്ങാം. ഇതാ പുട്ട്, മുട്ട, പഴം പുഴുങ്ങിയത്, ചൂട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വേഗം ഇറങ്ങാം. ഓക്കെ, ആയിട്ട് ഇറങ്ങിയപ്പോൾ വണ്ടി നമുക്ക് ഉച്ചയ്ക്ക് എത്തിയാൽ മതി. ഇപ്പോൾ വണ്ടി വന്നപ്പോൾ ലേറ്റ് ആയി. നമ്മൾ പിന്നെ പ്രൊഡക്ഷൻ ഫുഡും കൂടെ എടുത്തിട്ട് പോകാന്ന് കരുതി. പ്രൊഡക്ഷൻ ഫുഡാണ് ഞങ്ങളുടെ സ്വാദിഷ്ടമായ രുചിയേറിയ പ്രൊഡക്ഷൻ ഫുഡ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഹെഡാണ് അത്, അരുൺ ചേട്ടൻ. കണ്ടു ഇതാ കണ്ട, ഒരാളൊരു സാധനം വാങ്ങിച്ചാൽ ഞങ്ങളുടെ തടിയുടെ രഹസ്യം അരുൺ ചേട്ടൻ്റെ ഫുഡാണ്. ഒരാളൊരു സാധനം വാങ്ങിച്ചാൽ അത് കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ളത് സാധാരണ ഒരു മലയാളികളുടെ ഒരു സ്വഭാവമാണ്, വൃത്തികെട്ട സ്വഭാവം. അതെ, ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടപ്പോഴത്തേക്ക് അവളും ആ ബാഗ് വാങ്ങിച്ചു. ഒരു ബാഗ് വാങ്ങിച്ചത് എന്നെക്കാളും മുന്നേ ബിന്നി വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്വേത ചേച്ചി വാങ്ങിച്ചായിരുന്നു. ശ്വേത വന്നപ്പോഴേ കൊണ്ടുവന്നതാ. ശ്വേത വന്നപ്പോഴേ കൊണ്ടുവന്നതാ. ശ്വേത കഴിഞ്ഞ് ബിന്നി വാങ്ങിച്ചു, അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചു, അത് കഴിഞ്ഞാൽ ഈ തെണ്ടി വാങ്ങിച്ചു, അത് കഴിഞ്ഞാണ് ആ തെണ്ടി മേടിക്കാൻ പോകുന്നു. ഇങ്ങനെയാണ് കുട്ടി കുട്ടി നമുക്ക് നേരെ ലൊക്കേഷൻ. ബാഗ് ഏതാ? അത് നമ്മുടെ മേക്കപ്പ് ബാഗ്, നല്ല കളർ കേട്ടോ. അത് എന്റേത്. എടി അത് സൈഡ് നടക്കടി അങ്ങേ അറ്റം. ഞങ്ങളൊരു ഫ്രൂട്ട്സ് കഴിക്കാൻ കയറി. അവിടെ നിന്നൊരു കിട്ടിലും സർബത്തും കൊണ്ട് കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. എവിടെയാ സാർ ഇത്? ചേച്ചി ഈ സ്ഥലത്തിന്റെ പേരെന്നാ ചേച്ചി? ഈ സ്ഥലത്തിന്റെ പേര് ഞങ്ങൾ തൈക്കാടാണ്. ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കാൻ കയറിയത്. പക്ഷെ കൊള്ളാം കേട്ടോ സർബത്ത്. ഒരു പട്ടി എനിക്കൂടെ തടി സർബത്ത്, നമ്മള് ആ ഒരു സർബത്ത് ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചുമ്മാ ട്രയൽ നോക്കിയതാണ്. ഒരെണ്ണം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതല്ലല്ലോ വണ്ടി, അല്ല ഇരിക്കുന്നത് ഞങ്ങളുടെ ചേട്ടൻ വാങ്ങിച്ചു. അപ്പൊ പിന്നെ നമ്മൾ ഒരെണ്ണം പാഴ്സലും കൂടെ വാങ്ങിച്ച് പിന്നെ നമ്മൾ നേരെ ലൊക്കേഷനാണ് പോകുന്നത്. ഞങ്ങൾ ചെന്നെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. കമ്പനിക്ക് തീരാ നഷ്ടം. നിന്റെയാണോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല, നന്നായിട്ട് തുടച്ചോ. വേണമെങ്കിൽ ദേഹം മൊത്തം തുടച്ചോ, എന്നിട്ട് വേണേ എനിക്ക് തുടയ്ക്കാൻ. കമ്പനിക്ക് നീ വളരെ നഷ്ടമാണ്. എല്ലാരും മേക്കപ്പ് എന്ന് പറയും. ഞാൻ അയ്യപ്പട്ടനെ ക്ലിയർ അല്ല കാണാൻ. എങ്ങോട്ട്? സുന്ദരമാൻ. ഇന്ന് നൈറ്റ് പോകുന്നതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ബീഫും പൊറോട്ടയും എല്ലാവരും ഷെയർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കത് കഴിക്കാം. ഞങ്ങൾക്കുള്ള ഫുഡ് തരുമോ? നീ ആര് എടുക്കുമ്പോ പറയാൻ? രാജകുമാരിയോ? എനിക്ക് പൊറോട്ട മതി. എടുത്തു വെച്ചോ. ഞാൻ കഴിക്കുമ്പോ എങ്ങനെ എടുക്കും? ആ ശരി.
സജി ചേട്ടാ ആ കാര്യമുണ്ടാ അപ്പൊ സെറ്റ് മൊത്തം നീക്കാൻ പറഞ്ഞു പോട്ട് നല്ല പോട്ട് 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 ഇതിന് എത്ര അയ്യപ്പെണ്ണം മാത്രമേ ഉള്ളൂ സമയത്തായത് പറഞ്ഞേ ഈ പാതിരാത്രിക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഷ്ടപ്പെടുത്തുകയാണ്. ഈ വൃത്തികെട്ടനെ ഞങ്ങൾ ഇവിടെ തിരിച്ചിരുത്തിയിരിക്കുന്നത്. ഞാനല്ല രതീഷ് നെടുമങ്ങാട്, കോവളം രതീഷ് കോവളം. രതീഷ് കോവളം. അവരുടെ വീട്ടിലും പോണ്ട നാട്ടിലും പോണ്ട, ഞങ്ങളെ വീട്ടിൽ വിടുന്നതുമില്ല. കല്യാണവും കഴിച്ചിട്ടില്ല, പെണ്ണുമില്ല, പടക്കോഴിയില്ല. ഇരിക്കുക കണ്ടില്ലേ, നമ്മളെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല. കണ്ടോ മത്തി അടുക്കിട്ടേക്കുന്നവരെ രണ്ടെണ്ണത്തെ ഞാൻ ഉറക്കി കിടത്തിയത്. ഒരെണ്ണം ഉറക്കത്തിൽ നിന്ന് പോയി മേക്കപ്പ് ചെയ്യുന്നു. ഒരു കുഞ്ഞു മത്തി എണീറ്റ് പോയി. ഞാൻ കിളിമീനാ. പിങ്ക. ആ കിളിമീൻ കിളിമീനെങ്കിൽ ഒരു അയലയിൽ ഒരു പോണോ ഇലയല്ല ചൂര. മീൻ കൊത്താൻ വന്ന കൊളക്കോഴി. രാത്രി 3 മണിക്ക് കിട്ടിയോ? ഞങ്ങള് വീഡിയോ എടുക്കുന്നതനുസരിച്ച് അരമണിക്കൂറിനകത്ത് ബാക്കപ്പ് കേട്ടിട്ടുണ്ട്. പോവാന്നോ ചേട്ടാ? കൗട്ടിയണ്ട, തുറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അവസ്ഥ ഞാനൊന്നും ഓർമ്മയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ഈ അടുക്കി കിടന്നുറങ്ങുന്ന ഒരു സുഖം വേറെ ഒന്നാ കേട്ടോ. പണ്ട് കസിൻസ് ഒക്കെ ആയിട്ട് ഒരുമിച്ച് കല്യാണമൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരു കട്ടിലെ തന്നെ. ഇപ്പൊ തന്നെ നമ്മൾ 4 പേരുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് ഓണന്ന് വരുന്നു. ആ താഴെ ഇറങ്ങാം, കുഴപ്പമില്ല. ആ വെട്ടിഷു